ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. ഒലിപ്പാറയിലേക്കുള്ള യാത്രാ മധ്യേ ഇവിടേക്ക് ഈ പാടത്തിലേക്ക് ഇറങ്ങിയത് വേറൊന്നുമല്ല, ഈ കിണർ കണ്ടിട്ടാ. വേറൊന്നുമല്ല, പാലക്കാടൻ ദൃശ്യങ്ങളിൽ ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. പാടത്തിൻ്റെ നടുവിൽ ഇത്തരം കിണറുകൾ നിങ്ങൾക്ക് പാലക്കാട് പല ഇടങ്ങളിലും കാണാൻ പറ്റും. അത് ഒരെണ്ണം ഇവിടെയും കണ്ടു. അതിൽ ഇതുപോലെ ആല് മുളച്ച് നിൽക്കുന്നുണ്ടാവും, തൊട്ടടുത്ത് കരിമ്പന നിൽപ്പുണ്ടാവും, കരിമ്പന കൂട്ടങ്ങളുണ്ടാവും ചില സ്ഥലത്ത്. ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇത് കൃഷിക്കും പിന്നെ ചില സ്ഥലത്ത് പഞ്ചായത്ത് കിണറായിട്ട് പൊതു കിണറായിട്ട് ഉപയോഗിക്കുന്ന കിണറാണ്. കുടിവെള്ള ആവശ്യത്തിനൊക്കെ കിണറുകൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇതങ്ങനെ ഒറ്റ കിണർ കുഴിക്കും. അത് ഇവിടുത്തെ ഒരു പണ്ട് മുതലേ ഇവിടെ ഉള്ള ശീലം. കാരണം വെള്ളം അധികം അങ്ങനെ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാലക്കാട്. അപ്പോൾ ഇങ്ങനെ ഒറ്റ കിണറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. നേരെ ഒലിപ്പാറയിലേക്ക് പോകാം. എന്തായാലും കുറച്ച് ഈ പാടം വഴിയാണ്ട് കയറി കട്ട് ചെയ്തു. അത് ആ റോഡ് നേരെ ഒലിപ്പാറയ്ക്കുള്ള റോഡാണ്. നല്ല സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞു നിൽക്കണ കണ്ട. പാലക്കാട് നമ്മുടെ നെല്ലറയാണ്, അറിയാലോ അല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ഒരുപാട് കാണാം. നല്ല വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കതിരുകളും. ഇതിങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? ഇത് ഇനിയും ഇവിടെ ധാരാളം ഉണ്ടാവട്ടെ, എന്നാലും നമുക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്തായാലും പാലക്കാട് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒലിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഒലിപ്പാറയിലേക്കുള്ള യാത്രാ വഴിയാണ് നമ്മൾ. ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത് ഒലിപ്പാറയിലാണ്. പോകുന്ന വഴിക്ക് ഈ മനോഹാരിതയൊക്കെ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പാട്ട് വെച്ചിരിക്കുന്നതാണ്. ഭക്തിഗാനങ്ങളാണ്. യേശുദാസ് പാടി തകർക്കുകയാണ്, ദാസൻ്റെ പാടി തകർക്കുകയാണ്. പിന്നെ ഈ കാണുന്ന മലനിരകൾ കണ്ടോ? അതിങ്ങനെ ഇത് ആണ് നമ്മുടെ ബോർഡർ. സഹ്യ മലനിരകൾ എന്ന് പറയില്ലേ, ആ സംഭവമാണ്. അതിൻ്റെ ഒരു കുഞ്ഞ് പീസാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ മടക്കായിട്ട് അങ്ങോട്ട് പോകും. നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാം അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ നെൽകൃഷി തന്നെയാണ്. ഇതെല്ലാം കണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോയി നേരെ നമ്മുടെ ഗെയിം സോണിലേക്ക് എത്താം. റെഡി അല്ലേ? ഒലിപ്പാറയിലേക്കുള്ള യാത്ര നമ്മളിതാ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന് ഒലിപ്പാറയിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഇത് നമ്മൾ നേരത്തെ പാടം കണ്ടു, നല്ല പച്ചപ്പുള്ള പാടം കണ്ടു. ഇത് കൊയ്തൊഴിഞ്ഞ പാടമാണ്. അവരിപ്പോൾ വൈക്കോല് ശേഖരിച്ച് അത് വണ്ടിയിൽ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ വന്നപ്പോൾ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, അവർ നൈസിനെ അവിടെ മാറി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് ഒരു ഏരിയയിൽ. അത് ശേഖരിച്ച് കൂട്ടിയിട്ടുണ്ട്. ബാക്കി വൈക്കോല് പാക്ക് ചെയ്ത് ഇത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് വൈക്കോല് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ ഇനി ഒലിപ്പാറയിലേക്കുള്ള യാത്ര തുടരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, വാ. അങ്ങനെ നമ്മൾ ഒലിപ്പാറ ജംഗ്ഷനിലെത്തി. സമയം പതുക്കെ സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഗെയിം പോകണം. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, ഇവിടെ ഒരു സെൻറ്റ് പയസ് ചർച്ച് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ തുടക്കം പരിപാടികളൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം. നമ്മുടെ ഗെയിംസൊക്കെ അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ. അവിടെ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 25,000 രൂപ 25,000 രൂപയും കൈ പിടിച്ചിട്ട് പോണേ. ഇവിടെയെങ്കിലും ആരത് സ്വന്തമാക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും പോരെ. ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. നമുക്കിനി അവിടെ തുടങ്ങിയാൽ മതി. അവിടെ ഫുൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ മാതാവുണ്ട്. മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം നമുക്ക്. അവരവിടെ റെഡി ആയിക്കോട്ടെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ ഒലിപ്പാറയിൽ 2ാം ദിവസമാണ്. നമ്മളിവിടെ ഉഷാറാവാണ്. ഇന്നലെ ആൻമേരി മത്സരിച്ചു, ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് നമ്മുടെ സത്യത്തിൽ ഒലിപ്പാറയിലെ 2ാമത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ട സമയം അങ്ങ് അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയാണ്. അപ്പൊ തുടങ്ങല്ലേ, ഉഷാറാക്കല്ലേ? ഓക്കെ, ഈ കൂട്ടത്തില് മിമിക്രി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വന്നേ, ഉഷാറാക്ക. ആരാ? ആനന്ദ്, ഓടിവാ. ഒരു നല്ല കൈയുടെ എടുത്ത് ആനന്ദന്. നമസ്കാരം. മിമിക്രിക്കാരനുള്ള ആയുധം പിടിച്ചോ. ആയുധം എന്താണ്? മൈക്കാണ് ആയുധം അല്ലേ? അനന്തൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ വിജയ്, വിനയ് ഫോർട്ട്, വിനായകൻ. അതല്ല, പക്ഷെ ഞാനിപ്പോ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അനന്തൻ പഠിക്കുകയാണോ എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ +2 പഠിക്കുകയാണ്. എന്താ വിഷയം? എന്താ? കൊമേഴ്സ് മാത്സ്. കൊമേഴ്സ് മാത്സ്. മാത്സ് ആണോ ഇത്രയ്ക്ക് ഇഷ്ടം? അല്ല, ഇഷ്ടമല്ല. അല്ലാതെ പോയെടുത്താണോ? അല്ല, അവിടെ വേറെ വിഷയം കിട്ടിയില്ല, അപ്പൊ അങ്ങനെ നോക്കിയെടുത്തത്. ഓ, വേറെ വിഷയമൊന്നും കിട്ടാത്തോണ്ട് എടുക്കാൻ പറ്റിയ വിഷയം തന്നെയാണ് കണക്ക് അല്ലേ? ഓക്കെ, എന്തായാലും വിജയ്, വിനയ് ഫോർട്ട്, വിനായകൻ, 3ലും വി ഉണ്ടല്ലോ. അതവരെ തെരഞ്ഞെടുത്താണോ? അല്ല, ഞാന് മാക്സിമം കൂടുതലും 3 പെർഫെക്റ്റ് ചെയ്യണത് ഇതാണ്. 3 പേരാണ്. അപ്പൊ ആദ്യം ആരാ? ആദ്യം വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്. ഓക്കെ, നമ്മുടെ അത് മാഷായിട്ട് വന്നത് വിനയ് ഫോർട്ട് ആണ് ആദ്യം വരുന്നത്. പോരട്ടെ. അപ്പോ എല്ലാവരും വിനയ് ഫോർട്ട് ചെയ്യുന്ന സമയത്ത് പവർഫുൾ ജാവനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിന് ആദ്യം ഞാൻ തുടങ്ങാം. പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണല്ലേ ജാവ ഈസ് വെരി സിമ്പിൾ. അതിലേക്ക് മനസ്സിലായല്ലേ പറയണം. ഇത് വിനയ് ഫോർട്ട് ആഷ ബിജുവിലെ നിവിൻ പോളി പറയുന്ന ഡയലോഗ് വിനയ് ഫോർട്ട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ആക്ഷൻ ഹീറോയിൽ വിനയ് ഫോർട്ട് ആയിരുന്നു നായകനെങ്കിൽ പറഞ്ഞു. ഓക്കെ, റെഡി. എടാ പറഞ്ഞറി, നീ ആരാണ്? നീ എവിടെ നിന്നാ സംസാരിക്കണം? ബോൾ നിനക്ക് വേണം. ട്രാൻസ്ഫർ നീ കുറെ ഉണ്ടാക്കും. നിന്റെ ഈ ചെറിയ പോലെ വലിയ വർത്തനം സംസാരിച്ച് ഞാൻ കാലേ വരെ പിത്തലടിക്കും. കേട്ടില്ല? മനസ്സിലായല്ലേ? അപ്പൊ എന്തായാലും അടുത്തത് പോരട്ടെ. വിനയ് ഫോർട്ട് ഓക്കെ, പൊളിച്ചു. അടുത്തത് വിനായകൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയി നിൽക്കുന്ന സമയമുണ്ടോ? അതാണ് വിനായകൻ ഫാൻസ്. ഇവിടെ വിനായകൻ ഫാൻസ് ഇല്ലേ? പോരട്ടെ. അപ്പൊ കമ്മട്ടിപ്പാടത്തിലെ ഡയലോഗ് പറയാം. കമ്മട്ടിപ്പാടം റെഡി, പൊളിച്ചു. കൃഷ്ണ ഒന്നുമില്ല, വെറുതെ വിളിച്ചാണ്. പന്നക്കപ്പ അന്ന പോലെയാണടാ. ആശാന് അവര് ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. എന്നാർന്ന് പരാക്രമ ഞാൻ ആശാനെ പടം വരത്തത്. ആശാണ്ടല്ലോ, ഞാൻ ഷെയ്ഫാണ്. കൊള്ളല്ല ആശാന്. ഇനി ദളപതി വിജയ്. ഈ ഭാഗത്തൊക്കെ വന്ന വിജയ് ഫാൻസ് ആണ് അധികം അല്ലേ? என் நெஞ்சில் குடியிருக்கும் அன்பான ரசிகருக்கு வணக்கம். உங்களை பார்த்ததுல ரொம்ப சந்தோஷமா இருக்கேன். இந்த மேடை வந்ததுக்கு ரொம்ப ரொம்ப சந்தோஷமா இருக்கேன். எனிவே தேங்க்யூ, வணக்கம். ഓക്കെ, ഒരു നല്ല കൈയിലൊക്കെ. ഓക്കെ, ഇനി വിജയ് ഒരു കാര്യം ചെയ്യും. സൂപ്പർ സ്റ്റാർ വിജയ് ഇവിടെ വന്നിരിക്കുകയാണ്. വിജയുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ തെരഞ്ഞെടുക്കാതല്ലേ? സാർ പ്ലീസ് ആ മത്സരാർത്ഥിയെ ഒന്നെടുത്ത് തന്നാൽ ഉപകാരമായിരുന്നു. അടുത്ത മത്സരാർത്ഥി ഇവിടെ റെഡിയാണ്. ആൻഡ് ഇവിടെ ഒരു വലിയ കയ്യടി. താങ്ക് യു, വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് മത്സരങ്ങളൊക്കെ പങ്കെടുക്കുക, വലിയൊരാളായി മാറുക കേട്ടോ. ടാറ്റ. സി കേരളം സൂപ്പർ ബമ്പറിൽ ഒലിപ്പാറയിൽ നമ്മൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ റെഡിയാണ്. അത് മറ്റാരുമല്ല, സഫ്ന. ഒരു നല്ല കൈയ്യടി. സഫ്നയ്ക്ക് ഒരു കൈയ്യടി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത്. നമസ്കാരം സഫ്ന. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. അതെന്തൊരു നിസ്സാരമായിട്ട് എവിടെ പോയി ആരോട് ചോദിച്ചാലും ഹൗസ് വൈഫ് ആണെന്ന് വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത് നിസ്സാരമായിട്ടുള്ള ഒരു പണിയായിട്ട് തോന്നിയിട്ടില്ല അല്ലേ? ഇവിടെ വീട്ടമ്മമാർ ഒരുപാട് വല്ലാത്ത നിസ്സാര പണിയാണോ?
കണ്ട അല്ലാന്ന് അത് കേക്ക്. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ടും നിസാര പണികളൊന്നും ആയിരിക്കില്ല കേട്ടോ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. നേരത്തെ കണ്ടതാണല്ലോ കാര്യങ്ങളൊക്കെ. ഓക്കെ, സഫ്നയുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അപ്പൊ എന്റെ വീട്ടില് ഉമ്മയും വാപ്പയും മാത്രമേ ഉള്ളൂ, ഒറ്റ മകളാണ്. അവിടെ വീട്ടില് ഏട്ടൻ, താത്ത, ഇക്ക, അമ്മയുണ്ട്, അത്തയുണ്ട്. പരാതിയൊക്കെ അവിടെ ചെന്നപ്പോ തീർന്നു, ഒരുപാട് ആളുകൾ കിട്ടി അല്ലെ? ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? റെയിൽവേയിൽ വർക്ക് ചെയ്യണോ? റെയിൽവേയില് കുകു കുതി വേണ്ടി കുകി പായും തീവണ്ടി അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സൗജന്യ യാത്രയൊക്കെ ഉണ്ടാവുമല്ലോ? പാസ് ഉണ്ടാവില്ല. നിങ്ങൾ അപ്പൊ ട്രിപ്പ് ഒക്കെ അടിക്കാറുണ്ട് രണ്ടാളും കൂടി തീവണ്ടി കയറി? ഇതുവരെ പറ്റിയിട്ടില്ല, ലീവ് ഒന്നും ശരിയായിട്ടില്ല. ആണല്ലേ? ഒരു ദിവസം ജോലിക്ക് പോകുമ്പോ അങ്ങോട്ട് കൂടെ പോയാ പോരെ? എവിടേക്കൊക്കെ പോകുമ്പോ കൂടെ പോവാലോ സുഖമായിട്ട്. റെയിൽവേയിൽ എന്തിനാ വർക്ക് ചെയ്യുന്ന പുള്ളി? അതറിയാൻ പാടില്ലേ? റെയിൽവേയിലാന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് എന്താന്ന് പറഞ്ഞിട്ടില്ല. ലോക്കോ പൈലറ്റ് ആണ്. അതങ്ങോട്ട് പറ. അടിപൊളി, നല്ലൊരു കൈ കൊടുത്തേ സ്വപ്നയ്ക്ക്. അപ്പോ ഇനി ഒട്ടും വൈകിക്കുന്നില്ല, സ്വപ്നയുടെ ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമുക്ക് ലോട്ടെടുത്ത് നോക്കാം. അപ്പോ നമ്മുടെ മത്സരാർത്ഥി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ പണപ്പെട്ടി എത്തിക്കഴിഞ്ഞു, പണിപ്പെട്ടിയും എത്തിക്കഴിഞ്ഞു. ഓക്കെ, ആദ്യത്തെ പണി നമുക്ക് ചോദിച്ചു മേടിക്കാം. എടുത്തോ, അതിന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചെടുത്തോ. ഇതിനകത്ത് ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് കോരലോട് കോരലാണ്. ഈ ഗെയിം എന്താണെന്നും ഇതെങ്ങനെ മത്സരിക്കണമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഗെയിമിൽ മൊത്തത്തിൽ പങ്കെടുക്കണമെങ്കിൽ ചെറിയ ചെറിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് കേട്ടറിഞ്ഞിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അപ്പൊ ഈ കണ്ടതൊക്കെയാണ് ഗെയിമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ അടുത്ത ഗെയിം, ഇവരുടെ ആദ്യത്തെ ഗെയിം കോരലോട് കോരൽ. ഷഫ്ന ഇവിടെ റെഡിയായി നിൽക്കുന്നു. നീണ്ട ഒരു കയ്യിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോരി എടുക്കാൻ വേണ്ടി. പല തരത്തിലുള്ള ബോളുകളും കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്ലാസും ഉണ്ട്. ഇതിൽ നിന്ന് കോരുക, അതിൽ നിറയ്ക്കുക. എല്ലാ ഗ്ലാസ്സിലും ഓരോ ബോള്. റെഡി? 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് സമയം നമ്മൾ കൊടുക്കും ഇതിനു വേണ്ടിയിട്ട്. എന്തായാലും തുടങ്ങാം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈ കൊടുത്തേ, നല്ലൊരു കൈ കൊടുത്തേ. 2 ബോളൊക്കെ എടുത്തുണ്ടോ? ഒരെണ്ണം എടുത്തുണ്ടോ പോരെ? അത് കറക്റ്റ് പുറത്തേക്ക് വന്നു. അത് കറക്റ്റ് പുറത്തേക്ക് വന്നു. പയ്യെ 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 ചെയ്താൽ മതി, പയ്യെ ചെയ്താൽ മതി. ഒന്ന് സ്വപ്ന പരിപാടി പഠിച്ചുട്ടോ. 2 അടിപൊളി അടിപൊളി അടിപൊളി. അത് പോയി കുഴപ്പമില്ല. ഒരെണ്ണം എടുത്താൽ മതി. 20 സെക്കൻഡ്സ് കഴിഞ്ഞു. 2 എണ്ണം നമ്മൾ നിറച്ചിട്ടുണ്ട്. പോരട്ടെ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ സ്വപ്നേനെ. ഓക്കെ, പറ്റൂലോ, കാരണം 2 ഇട്ടാളോ. ഒന്ന് ടൈം എടുത്ത് ചെയ്തു. നമ്മുടെ സമയം ഉണ്ടല്ലോ, വെറുതെ ധൃതി കാണിക്കണ്ട. ആ ബോൾ തന്നെ എടുത്തുണ്ടോ? അടിപൊളി. അത് പുറത്തു പോയി. ഓക്കെ, അടുത്തത്. പോരട്ടെ. അത് അവിടെ കൊണ്ടുവന്ന് ഇടുമ്പോ കുറച്ചും കൂടി സമയം എടുത്ത് പയ്യെ ഇട്ടാൽ മതി. വെറുതെ അതിന് വേണ്ടി അങ്ങനെ വീഴൂല. അത് ഇങ്ങനെ തന്നെ ഇടണം. ഓക്കെ, എടുത്തുണ്ടോ? അടുത്തത്. ഒന്ന് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ സ്വപ്നനെ. സ്വപ്ന 3 എണ്ണം വീണു. സ്വപ്ന നന്നായി മത്സരിക്കുന്നുണ്ട്. 3 എണ്ണം വീണിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അടുത്തതും വീഴും. 40 സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. 40 സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. സ്വപ്ന ഒന്നും ധൃതി വെക്കേണ്ട കാര്യമില്ല, നമ്മുടെ സമയം ഉണ്ടല്ലോ അല്ലെ? എന്തിനാ വെറുതെ? 4 എണ്ണം 50 സെക്കൻഡിൽ എത്തിച്ചിരിക്കുകയാണ് സ്വപ്ന. അടുത്തത്. പോരട്ടെ, കിട്ടും. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ 1 മിനിറ്റ് കൂടി ഉണ്ട്. 5 എണ്ണം. ഇനി അതുപോലെ തന്നെ അവിടെ ഒരു 4 എണ്ണം കൂടി ഇരിപ്പുണ്ട്. പോരട്ടെ. അതന്നെ.
സഫ്ന നടക്കും. ആ അടിപൊളി. ഇനി മൂന്നേ മൂന്നെണ്ണം. രണ്ടേ രണ്ടെണ്ണം. ലാസ്റ്റ് വൺ. അത് ധൃതി കൂടി. ലാസ്റ്റ് വൺ പറയുമ്പോ ധൃതി കൂടി. അത്ര മെല്ലമ പോതും. ആ പോട്ടെ. എല്ലാരും നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച അവസാന നിമിഷങ്ങളാണ്. അടിപൊളി. 1000 രൂപ കിട്ടിയല്ലോ. സഫ്നയ്ക്ക് തന്നെ വിശ്വാസം ആവണില്ല 1000 രൂപ കിട്ടിയത്. ഒരു നല്ല കൈയടി കൊടുത്തേ. ഇനി സഫ്നയ്ക്ക് ആ പെടപെടക്കണ 1000 രൂപ കൊടുക്കാനുള്ള സമയമാണ്. സഫ്ന, വിശ്വാസായില്ലേ 1000 രൂപ കിട്ടിയത്? വിശ്വാസായി. അപ്പൊ 1000 രൂപ തരട്ടെ? ഓക്കെ. അപ്പോ സഫ്നയ്ക്കുള്ള 1000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു നല്ല കൈയടി കൊടുത്തേ. അപ്പൊ എന്തായാലും ഇവിടെ ഒരാൾ വിജയിച്ച് നിൽക്കുകയാണല്ലോ. നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടിത്തരാൻ ഒരു കൂട്ടുകാരനെ ഇവിടെ ഉണ്ട്. ഒന്ന് വന്നേ കൂട്ടുകാരാ, ഓടിവാ. ഒരു നല്ല കൈയടി കൊടുത്തേ. ഓക്കെ, എന്താണ് കൂട്ടുകാരന്റെ പേര്? എന്റെ പേര് ആമിർ സുഹൈൽ. അതായത് അമീർ ഖാന്റെ പേരുണ്ട്, സൽമാൻ ഖാന്റെ അനിയന്റെ പേരും ഉണ്ട് അല്ലെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വാപ്പ, അമ്മ, അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ 2 ചേട്ടന്മാരും ഒരു അനിയൻ. ആഹാ, ഒരു ലോഡ് ആൾക്കാരുണ്ടല്ലോ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇപ്പോ 10th പഠിക്കുന്നു. ഓക്കെ, അന്ന് പാടിക്കോ, തകർത്തോ. Guess who's back, baby? We back. பெண்ணை பார், முத்தம் தா, என்ன பக்கம் வா, என்ன நினைத்திட வா, அடி ஒரு முத்த போதுமா, இல்ல லட்சம் முத்த வேண்டுமா, உன்னை நினைச்சு பார்த்ததிலே முத்தியது சேர்க்க, பின்னிடும் பார்க்காத காலங்கள் நான் ஒன்று பெஞ்சதான் கொஞ்சிட பார்த்திட, உன்னை பார்த்தாலே போதுமே 1000 ஜென்மங்கள் வீண்டும் பிறந்திடும் ஆயிடுவேன், முன்னால் பார்க்காமல் போகாத ஜென்மதாங்கள் பிறந்திடும் ஆயிடுவேன். பக்கம் வந்து கொஞ்சம் முத்தங்கள் தா, பக்கம் வந்து கொஞ்சம் முத்தங்கள் தா, பக்கம் வந்து கொஞ்சம் മുത്തങ്ങൾ. അടിപൊളി. നല്ലൊരു കൈ കൊടുത്തേ. ഓക്കെ, ഇനി വല്ല മലയാളം പാട്ടും പാടാൻ പറ്റുമോ? റെഡി? അടുത്തത് ഒരു മലയാളമാണ് പാടുന്നത്. പാടിക്കോ. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന്, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന്, കൈത പൂക്കണ കന്നി പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, ഉരാൻ കുന്നിന്റെ പാല മുള്ളിൽ കുമൻ മൂളണ നേരത്ത്, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന്. Sing along with me. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന്, അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന്. അന്നോട് നമ്മളെന്തായാലും പോരണ്ടാന്ന് പറയൂല. നമ്മളെന്തല്ല ആരും പറയൂല. നല്ലൊരു കൈയടി കൊടുത്തേ. കൈയടി മാത്രമല്ല, ഇത്രയും വെറൈറ്റി ആയിട്ട് പാടിയതുകൊണ്ട് നമുക്കൊരു സമ്മാനവും കൊടുത്തു വിട്ടാലോ? റെഡി അല്ലേ? അപ്പൊ ആമിർ സുഹൈലിന് കിട്ടുന്നു നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഒരു അടിപൊളി ഷർട്ടാണ്. പൊളിച്ചെടുക്കും. ഓക്കെ, കാണാം. അപ്പോ ഇനി സഫ്നയുടെ സമയമാണ്. പാട്ടൊക്കെ പാടി നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി സഫ്ന ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗെയിം എടുക്കണം. മത്സരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. റെഡി? ഓക്കെ, ഇത് അടിപൊളി ഗെയിമാണ്. അതിനു മുമ്പ് ഇത്തിരി വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ടാവുമല്ലോ, തൊണ്ട വരലുണ്ടാവുമല്ലോ. അപ്പൊ എനിക്കൊരു ബ്രേക്ക് എടുക്കാമല്ലോ. ഓക്കെ, സി കേരളം സൂപ്പർ ബമ്പറിൽ സഫ്നയുടെ അടുത്ത മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്നു ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സഫ്നയുടെ അടുത്ത മത്സരമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഈ ഗെയിം എന്ന് പറയുന്നത് പൊട്ടിച്ചോ പിടിച്ചോ. സഫ്നാദെ, ഇവിടെ അതിമനോഹരമായ ബലൂൺ മാല നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, വർണ്ണവർണ്ണ ബണ്ണുകൾ മിന്നി മിന്നി കത്തുമ്പോൾ എന്തിനെ കൊച്ചേട്ട എത്തി നോക്കണേന്ന് കേട്ടല്ലേ? അതുപോലെയാണ് ഈ സംഭവം. ഇതാണ് കുത്തിപ്പൊട്ടിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബോൾ ഉണ്ട്, സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അത് ഇതിൽ കളക്ട് ചെയ്യണം.
100 സെക്കൻഡ് സമയമാണ് നമ്മൾ സഫ്നയ്ക്ക് കൊടുക്കുന്നത്. 100 സെക്കൻഡിനുള്ളിൽ ഇതിൽ നിന്നും 5 ബോളുകൾ ഇതിൽ കളക്ട് ചെയ്താൽ നമ്മൾ ജയിച്ചു എന്നർത്ഥം. റെഡി? അപ്പൊ സമയം കളയേണ്ട. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു നല്ല കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് അത് പൊട്ടിക്ക്. ആഞ്ഞു കുത്ത് താഴേന്ന് കുത്തി വെക്കും. താഴേന്ന് കുത്തി വെക്കും. താഴേന്ന്. ഒരു ബോൾ. ഞാനൊന്ന് ഞെട്ടി സത്യം പറഞ്ഞ. റെഡി? അടുത്തത് പോരട്ടെ. ബോൾ അവിടെ പോയല്ലോ. 2 പോരട്ടെ. 3 4. ലാസ്റ്റ് വൺ ഇപ്പൊ തന്നെയാ ഒന്ന് തോന്നണം കേട്ടോ. 5 അയ്യോ, ഇത് കുറച്ച് സെക്കൻഡേ എടുത്തുള്ളൂല്ലോ. കുറച്ച് സെക്കൻഡിലുള്ള 5 കളക്ട് ചെയ്തുല്ലോ. അതുകൊണ്ട് കാശ് കൊടുക്കാതിരുന്നാലോ? ഇല്ല കേട്ടോ. എന്തായാലും സഫ്ന 2000ന്റെ റൗണ്ട് ജയിച്ചിരിക്കുന്നു. നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോ സഫ്ന അതിഗംഭീരമായിട്ട് മത്സരിച്ചു. 2000ന്റെ റൗണ്ട് നമ്മൾ ജയിച്ചു. ഇനി ഉറപ്പായിട്ട് കിട്ടുന്ന 3000 രൂപയുടെ റൗണ്ടിലേക്ക് നമുക്ക് പോകണം. അതിനു വേണ്ടിയിട്ട് ഗെയിം നമ്മൾ എടുക്കണം. ഓക്കെ? പക്ഷേ ഈ ജയിച്ച സന്തോഷത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഗെയിം ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് വന്നാലോ? ഓക്കെ. അപ്പോ ഇവിടെ തന്നെയുള്ള നമ്മുടെ കൂട്ടുകാരുടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആണ് ഇപ്പോ ഇവിടെ. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോ അതൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം. റെഡി അല്ലേ? അപ്പൊ അതിൽ നിന്ന് ഒരു ഗെയിം എടുത്തോ. ഇത് ഒരു അടിപൊളി പേരാണ്. ഈ പേര് ഞാൻ ഗസ് ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കട്ടെ? പേടിക്കണ്ട, എന്തായാലും ഗെയിം നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോ ഗെയിം മാറുമൊന്നുമില്ല. ഞാനൊരു ക്ലൂ തരാം. ഒറ്റ ക്ലൂ. വഞ്ചിയുമായിട്ട് ബന്ധമുണ്ട്. വഞ്ചിയുമായിട്ട് വഞ്ചി അല്ല വഞ്ചിക്കാടൊന്നും അല്ല. അവിടെ ആരോ വള്ളംകളി എന്ന് പറഞ്ഞേ? ഉത്തരം ശരിയല്ല. ചൂടുണ്ട്. ഉത്തരവുമായിട്ട് ചൂടുണ്ട്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട പാട്ടുമായി ബന്ധപ്പെട്ട ഗെയിമാണ് പേര്. എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. ഇത് പറഞ്ഞ ചേട്ടന്റെ പേരെന്നാ? ജോസ്. ജോസേട്ടാ, പേഴ്സണൽ ആയിട്ട് പറയുവാ? ഞാനും പേഴ്സണൽ ആയിട്ട് പറയുന്ന ആളാ. അല്ലെങ്കിൽ വേണം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അതെന്തായാലും നന്നായി. ഓക്കെ, അപ്പൊ ജോസേട്ടൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഗെയിമിന്റെ പേര് തിത്തിത്താരാതിത്തിത്തേ. ഒരു നല്ല കൈയടി കൊടുത്തേ. ഒപ്പം വളരെ പേഴ്സണൽ ആയിട്ട് ഞങ്ങളൊരു സമ്മാനവും തരാൻ പോവുക. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. ഞാനും വളരെ പേഴ്സണൽ ആയിട്ട് പറയുന്ന ആളാണ്. ഞാൻ കൊച്ചുപ്രേമന്റെ ഡയലോഗ് എന്ന് പറയും. കൊച്ചുപ്രേമന്റെ ഡയലോഗ് പോരട്ടെ. കൊച്ചുപ്രേമൻ പോരട്ടെ. ആ പട്ടിയെ പറ്റുള്ള ഏർപ്പാട് അത്ര ശരിയല്ല കേട്ടോ. അതുകൊണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്ന പോലെ മുണ്ട് പറിക്കുന്ന കുട്ടിയുണ്ട് എന്നൊരു ബോർഡ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കേരളം സൂപ്പർ ബമ്പറിന്റെ വക കാരവാൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ജോസേട്ടൻ നൽകുന്നു. അപ്പോ നമ്മുടെ ഗെയിമിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ തിത്തിത്താര തിത്തിത്തൈ എന്നാണ്.
നമ്മളിങ്ങനെ ഉരുണ്ട് നീങ്ങാനുള്ള സ്കേറ്റിങ്ങിന്റെ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലിരുന്നു കൊണ്ട് തെന്നി നീങ്ങി, കൈ തൊടാണ്ട് തെന്നി നീങ്ങി ബോൾ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. റെഡിയല്ലേ സ്വപ്ന? അപ്പോ നമുക്ക് തുടങ്ങാം. തിത്തിത്താരാ തിത്തിത്തൈ. സ്വപ്നയ്ക്കുള്ള മത്സരത്തിനുള്ള സംഭവങ്ങൾ, തിത്തിത്താര തിത്തിത്തയുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സ്കേറ്റിംഗ് സംഭവങ്ങൾ. അതിൽ ഒന്നിൽ കയറിയിരിക്കുക, മറ്റൊന്നിൽ കാല് വെക്കുക, എന്നിട്ട് തെന്നി അവിടം വരെ എത്തുക. ആ പോകുന്ന വഴിക്ക് ഇവിടുന്ന് ഒരു ബോളും കൊണ്ടുപോക്കോ, എന്നിട്ട് അവിടെ എത്തിക്കുക. 3 ബോളുകളാണ് നമ്മൾ അവിടെ എത്തിക്കേണ്ടത്. അപ്പോൾ സ്വപ്ന റെഡിയാണ്, അവിടെ പോയി നിന്നോളൂ, എന്നിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നോളൂ, സെറ്റ് ആയിക്കോളൂ. ഒരു നല്ല കൈഡ് കൊടുത്തേ സ്വപ്നയ്ക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. ഒന്ന് 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 കൈ നിലത്തൊത്തിയെങ്കിൽ തിരിച്ചു പോകേണ്ടി വരും കേട്ടോ. ഒന്ന് വേഗം പൊക്കോ, വേഗം പൊക്കോ, വേഗം തിരിച്ചു പോക്കോ, എന്നിട്ട് ആദ്യം പോലും തുടങ്ങിക്കോ. അതന്നെ. ആ ബോൾ അവിടെ വെച്ചോ, ആ ബോൾ അവിടെ വെച്ചോ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കാല് വെച്ചു, ആ ബോൾ എടുത്തു. ആ റെഡി. ഓ ദേ കൈകുത്തി, ദേ കൈകുത്തി. 3 തവണയൊക്കെ കൈകുത്തി. തിരിച്ചോ. ഞാൻ ഒരെണ്ണം പോട്ടെ ക്ഷമിക്കാതെ വിചാരിച്ചപ്പോ 3 തവണ. റെഡി, പോട്ടെ. ആ ബോൾ അവിടെ വെച്ചോ. എനിക്ക് തോന്നണേ ഇനി ഇപ്പുറത്തെ സൈഡിലെ ബോൾ എടുത്തല്ലോ, വെറുതെ ഒരു വെറൈറ്റിക്ക്. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ആ 30 സെക്കൻഡ് കഴിഞ്ഞു. മൊത്തത്തിൽ പോയല്ലോ അങ്ങോട്ട്. ഓടി തിരിച്ചു വാ, 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 ഓടി തിരിച്ചു വാ. ഇനി 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. ഒരെണ്ണെങ്കിലും നമ്മൾ അവിടെ എത്തിക്കണം. 60 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. ഒരെണ്ണെങ്കിലും നമ്മൾ അവിടെ എത്തിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ, ഒന്ന് കൈയടിച്ചേ. നിർത്തി. ഓക്കെ, ഒരെണ്ണം എത്തിച്ചുള്ളൂ. സഫ്ന ഔട്ടായിരിക്കുന്നു. പക്ഷെ നല്ലൊരു ഗൈഡ് കൊടുത്തേ, വെറുതെ വിടില്ല. നമ്മളൊരു സമ്മാനം കൊടുത്തേ വിടുള്ളൂ. സഫ്നയ്ക്ക് 1000 രൂപയോടൊപ്പം നമ്മൾ കൊടുക്കുന്നു ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി കിടൻ സമ്മാനം. ഓക്കെ, ഹാപ്പി ആയില്ലേ? അടിപൊളി, നന്നായിട്ട് മത്സരിച്ചു കേട്ടോ. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. അപ്പൊ ടാറ്റ, വീണ്ടും കാണാം. സി കേരളം സൂപ്പർ ബമ്പർ ഒലിപ്പാറയിൽ അടിച്ചു പൊളിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സൂപ്പറാണ് ഇവിടെ കാര്യങ്ങള്. അപ്പോ ഇനി അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് ലോട്ടിട്ട് എടുക്കാനുള്ള സമയമായിരിക്കുന്നു. പാട്ടുപാടി ലോട്ടെടുക്കുക എന്ന് പറഞ്ഞൊരു ശീലം നമുക്കുള്ളതുകൊണ്ട് പാട്ടുപാടാൻ ഞാനൊരു കൂട്ടുകാരനെ ഇവിടെ വിളിക്കുകയാണ്. ആരാണത്? ഓടി വന്നേ, ഒരു നല്ല കൈഡി കൊടുത്തേ നമ്മുടെ കൂട്ടുകാരന്. വണക്കം, എന്താ പേര്? റഹീസ്. റഹീസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, 2 ഏട്ടന്മാര്. ഏട്ടന്മാരൊക്കെ എന്താ ചെയ്യുന്നത്? ഒരേട്ടന്മാര് ITC പഠിക്കുന്നു, പിന്നെ ഒരു ഏട്ടൻ ഡിഗ്രി +1 പഠിക്കുന്നു. ചെറിയ ഒരു ഡൗട്ട് അവിടെ വന്നു, കുഴപ്പമില്ല. നമ്മൾ എത്രയിലാ പഠിക്കുന്നത്? 8-ലെത്തി. അപ്പൊ നമുക്ക് പാട്ട് പാടിയാലോ? എന്നാ തുടങ്ങിക്കോ, അടിപൊളി ഒരു പാട്ട് പോരട്ടെ. ആരും കാണാതെ ആരും അറിയാതെ നിന്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ? കണ്ട നാൾ തൊട്ട് ഞാൻ നിന്റെ ആ പോമുഖം എൻ്റെ ഇടനെഞ്ചിലായി എന്നും ചേർത്തിടാം ഞാൻ. നീ മാഞ്ഞിടല്ലേ, പോയി മറഞ്ഞിടല്ലേ, നീ ഇല്ല എങ്കിൽ വെറും മണ്ണാണു ഞാൻ, വെറും മണ്ണാണു ഞാൻ. ആരും കാണാതെ ആരും അറിയാതെ നിന്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ? കുറച്ചും കൂടി നാള് കഴിഞ്ഞിട്ടാ നീ ഇത് പാടണമെങ്കിൽ ഉണ്ടല്ലോ എന്റെ മുത്തേ, അല്ലേ? ഓക്കെ, ഇതിന്ന് ഒരാളെടുത്ത് എൻ്റെ തന്നെ ആദ്യം ആരാണ് അടുത്ത മത്സരാർത്ഥി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട, അതിൽ നിന്ന് കറക്കി കുത്തി പറഞ്ഞെടുത്ത് ആർക്കോ പണി കിട്ടാൻ പോണ്ട്. അതാണ്. ഓക്കെ, താങ്ക് യു. ഒപ്പം ക്വാൻലി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമ്മൾ റേസിന് കൊടുക്കുന്ന ഒരു നല്ല ഗൈഡ് കൊടുത്തേ.
അപ്പോൾ റേസ് അടിപൊളി ഒരു പാട്ടൊക്കെ പാടി ഒരാളെ എടുത്ത് എൻ്റെ കൈ തന്നിട്ടുണ്ട്. ആ ആളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു ഒരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ നമ്മൾ നമ്മുടെ ഇന്നത്തെ അടുത്ത മത്സരാർത്ഥിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ പോകുന്നു. സോണിയ. സോണിയാരാണ്? സോണിയ പോരട്ടെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ പണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. സോണിയ പോരട്ടെ. സോണിയ പോരട്ടെ. സത്യമായിട്ട് സോണിയ തന്നെ വന്നു, അതിലൊരു സമാധാനമുണ്ട്. സോണിയ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇവിടെ നിന്ന് ഇത്ര നേരം നിന്ന് നമ്മുടെ ഗെയിമുകളൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇപ്പൊ മത്സരിക്കാൻ വന്നേക്കാണ്. എന്ത് തോന്നുന്നു? ആലോചിക്കണോ? ആലോചിക്കില്ല. ടെൻഷനാണോ? ടെൻഷനൊന്നും ഇല്ല. കാരണം മത്സരിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. ഒരു കൈ കൊടുത്തേ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. മത്സരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ മത്സരിക്കും, അടിച്ചു പൊളിക്കും. റെഡി അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട് സോണി ചേച്ചിയുടെ? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ടാപ്പിംഗ് ആണ്. ടാപ്പിംഗ്. അടിപൊളി. മക്കളോ? മക്കള് ഒരാൾ 6th, ഒരാൾ 3rd. അവരുടെ പേരൊക്കെ എങ്ങനെയാ? ടാനിയ, നിയ. ടാനിയ, നീ ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ട്. നിങ്ങൾ ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒലിപ്പാറ തന്നെ ഉള്ളവരാണോ അതോ എവിടെന്നെങ്കിലും വന്ന് താമസിക്കുന്നതാണോ? ഞങ്ങള് കോട്ടയം. എന്നാന്നേ അച്ചാൻ ടീമാന്നോ? അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. വീട്ടിലപ്പോ നല്ല കൊടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച മീൻ കറിയൊക്കെ ഉണ്ടാവുന്നേ. ഉണ്ടോ? ഓ ദൈവമേ. ഓക്കെ. അപ്പൊ കോട്ടയത്ത് നിന്ന് ഇവിടെ എത്ര കൊല്ലം ഇവിടെ വന്നിട്ട്? എന്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെയാണ്. ഓ അത് ശരി. അപ്പൊ കോട്ടയംകാരി എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല, സത്യത്തിൽ ഒലിപ്പാറ തന്നെയാണ്. അല്ല, ജനിച്ചതൊക്കെ കോട്ടയത്താണ്, പിന്നെ ഇങ്ങ് പോന്നു. ഓക്കെ, അടിപൊളി. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ഇത് അറിയാലോ, പണപ്പെട്ടിയാണ്. അത് പണിപ്പെട്ടിയാണ്. പണിപ്പെട്ടിയിൽ നിന്നും ഒരു പണി അങ്ങോട്ട് എടുത്തേ നോക്കട്ടെ. പണിപ്പെട്ടിയിൽ നിന്നും സോണിയ ചേച്ചി ആദ്യത്തെ പണി ചോദിച്ചു മേടിച്ചിരിക്കുകയാണ്. കോട്ടയംകാരിയായിട്ടുള്ള ഒലിപ്പാറക്കാരിക്ക് അങ്ങ് ചൈനീസ് പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ദൈവമേ. ഗെയിമിന്റെ പേര് ചൈനീസ് ജബിങ് എന്നാണ്. പേര് ഗംഭീരമായിട്ടുണ്ട്. അതായത് നമ്മളൊരു ചൈനീസ് സംഭവം തരും, ഒരു സ്റ്റിക്ക്, അത് ഒരു ബോൾ തരും, അത് ഒരു കൂടയിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതിന്റെ ഗെയിം. മൊത്തം ഒരു ചൈനീസ് സെറ്റപ്പാണ് നമ്മുടെ ഗെയിം. ഓക്കെ, റെഡി അല്ലേ? തുടങ്ങാം. അപ്പോ സോണിയ ആദ്യത്തെ മത്സരത്തിലേക്ക് കിടക്കുന്നു. ചൈനീസ് ജമ്പിങ്. അത് കണ്ടല്ലോ, അവിടെ ഒരു കൂടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇവിടെ നമ്മൾ ചൈനീസ് ബോളുകളാണ്, അതുകൊണ്ടാണ് അവന്മാർ ചൈനീസ് ജമ്പിങ് എന്നൊക്കെ പേരിട്ടത്. ഓക്കെ, ഈ ബോൾ എടുത്ത് ഇതിൽ ബൗൺസ് ചെയ്ത് ഒറ്റ ബൗൺസ് ചെയ്ത് ആ കൂടയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. 120 സെക്കൻഡ്, അതായത് 2 മിനിറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഈ 2 മിനിറ്റിനുള്ളിൽ 5 ബോളുകൾ അവിടെ എത്തണം, 5 എണ്ണം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? നമ്മൾ തുടങ്ങുന്നു. സോണിയ ചേച്ചിയുടെ ടൈം ആരംഭിക്കുന്നു. പോട്ടെ, ഇത്തിരി ആഞ്ഞ് ഉഷാറായിട്ട് കിട്ടോ. അതന്നെ അതന്നെ, അത് ആടി തുടങ്ങിയാൽ നമ്മൾ പെട്ടുപോട്ടോ. ഓക്കെ, കിട്ടോ. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. ഒന്ന് അടിപൊളി. കിട്ടും. സമയമുണ്ട്, അതുകൊണ്ട് കിട്ടിക്കോ. ഒന്നും കൂടി ഒന്ന് ആഞ്ഞ്. അത്ര ആഞ്ഞ അപ്പുറത്തേക്ക് പോകും. കിട്ടോ? അയ്യോ, ഞാൻ അത് വീണെന്ന് വിചാരിച്ചേട്ടോ. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. 2. ഇനി 3 എണ്ണം കൂടി മതി. 3 എണ്ണം കൂടി മതി. 3 എണ്ണം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. പോരട്ടെ. ഇട്ടോ. അടിപൊളി. വീണോ? വീഴ്ട്ടെ. അത് തട്ടിപ്പോയി. അത് മോൾ പോയി. അത് ജസ്റ്റ് മിസ്. 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി 2 എണ്ണം മതി. അതിൽ 2 എണ്ണം. ലാസ്റ്റ് വൺ വരട്ടെ. ലാസ്റ്റ് വൺ. ഇപ്പോഴാണ് സംഭവം. ഒന്ന് ഉഷാറാക്കി എല്ലാവരും. ഒന്ന് നന്നായിട്ട് കൈയടിച്ചേ. 5 എണ്ണം സോണിയ ചേച്ചി അവിടെ എത്തിച്ചിരിക്കുന്നു. സോണിയ അത്ര മോശക്കാരി ഒന്നുമല്ല കേട്ടോ. അതാണ് കേട്ടോ. അപ്പോ 5 എണ്ണം എത്തിച്ച് സോണിയ സ്വന്തമാക്കിയിരിക്കുന്നു 1000 രൂപ. അപ്പോ സോണിയ ചേച്ചി ജയിച്ച സന്തോഷത്തില് നമ്മളിവിടെ വരുമ്പോ മുതൽ ഈ പള്ളി അങ്കണത്തിൽ കുറച്ച് പേര് കോൽക്കളിയൊക്കെ പ്രാക്ടീസ് ചെയ്യണുണ്ടായിരുന്നു. ആ കോൽക്കളി നമുക്ക് ഇപ്പൊ എല്ലാവരും കാണുക ഇവിടെ ഒന്ന് കളിപ്പിച്ചാലോ? ഒന്ന് ഉഷാറാക്കാൻ മൊത്തത്തില്. അപ്പോ അടിപൊളി ഒരു കോൽക്കളി നമുക്ക് ഇപ്പൊ ഇവിടെ കാണാം.
അതിഗംഭീരമായ ഒരു കോൽക്കളിയാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ? ഇഷ്ടായില്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒലിപ്പാറക്കാർ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പള്ളി, അമ്പലം, മുസ്ലിം പള്ളി എല്ലാം അടുത്താണ്, ഇവരെല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുമെന്ന് പറഞ്ഞു. അതിന് മറ്റൊരു ഉദാഹരണം ഇന്ന് സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ കണ്ടു. ഇവിടെ പള്ളി അങ്കണത്തിൽ അടിപൊളി ഒരു കോൽക്കളി അവര് നമുക്ക് വേണ്ടി ചെയ്തു. എന്തായിരുന്നു വേഗത, എന്തായിരുന്നു അതിന്റെ ഒരു എനർജി, മൊത്തത്തിൽ ഗംഭീരമായി. അപ്പൊ ഇനി അടുത്ത ഗെയിം അതുപോലെ നല്ല വേഗതയിലും എനർജിയിലും മത്സരിക്കണം. റെഡി അല്ലേ സോണി ചേച്ചി? നമുക്ക് അതിനു മുമ്പ് കാശ് തരാണ്ട് ഞാൻ 1000 രൂപ. അയ്യോ ഇതൊക്കെ ഓക്കെ. അപ്പോ സോണി ചേച്ചിക്കുള്ള 1000 രൂപ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നു. ഒരു നല്ല കൈയടി കൊടുത്തേ. സൂപ്പർ. ഇനി 2000ന്റെ റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. അതിൽ നിന്ന് ഒരു ഗെയിം എടുത്തിട്ട് എനിക്ക് തന്നോളൂ. ഇത് എന്നോട് ചേച്ചി പറയേണ്ട ഡയലോഗാണ് ഈ ഗെയിം. ഞാൻ ഗെയിമിന് റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എന്നോട് എന്താ പറയണ്ടേ? ഇപ്പൊ ശരിയാക്കി തരാന്നൊക്കെ പറയാം അല്ലേ? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ അത് തന്നെയാണ് ഗെയിം, ഇപ്പൊ ശരിയാക്കി തരാം. അപ്പോൾ നമ്മുടെ സോണിയ ജിക്കുള്ള മത്സരം ഇവിടെ റെഡിയാണ്. കയ്യിൽ 2 കോലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുഞ്ഞു ബോളുകളുണ്ട്, വലിയ ബോളുകളുണ്ട്. ഇത് തട്ടി തട്ടി കൊണ്ടുപോയി ആ ബോൾ കൊണ്ട് ബാലൻസ് ചെയ്തായിരിക്കുന്ന നീല വളയങ്ങളുടെ മുകളിൽ വെക്കണം. ഓക്കെ, 100 സെക്കൻഡ് സമയമുണ്ട്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ അത് മൊത്തം 10 ഉണ്ട്. നമുക്ക് അതിനകത്ത് ഒരു 6 എണ്ണത്തിന്റെ മുകളിൽ ബോൾ എത്തിക്കണം. റെഡി? കോലുകൊണ്ട് എന്നെ തല്ലുക. നോട്ടത്തിൽ ഭീമൻ രൂപമൊക്കെ നോക്കുന്ന പോലെ ഈ ലൈനിലേക്കാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി? സമയം ആരംഭിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാവരും. അതാണ്. സോണിയ ചേച്ചി അടിപൊളിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ബോൾ കൊണ്ട് തന്നെ പൊക്കി അതിനകത്ത് കയറ്റി വെക്കുന്നുണ്ട്. ബോൾ കൊണ്ട് കോല് പറ്റില്ല. ബോൾ ആ ബോൾ അങ്ങനെ ബാലൻസ് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്യും, അങ്ങനെ ബാലൻസ് ചെയ്യും. അപ്പോഴാണല്ലോ അത് തെന്നി പോകുമ്പോൾ നമുക്കൊക്കെ ഒരു ഹരം ഉണ്ടാവുള്ളൂ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച എല്ലാവരും. ഒരെണ്ണം അത് പക്ഷെ വടി വെച്ചാൽ എടുത്തത്. ഇനി അത് സമ്മതിക്കില്ല കേട്ടോ, ഇനി ഒട്ടും സമ്മതിക്കില്ല. ബോൾ വെച്ച് ബാലൻസ് ചെയ്ത്, ബോൾ വെച്ച് ബാലൻസ് അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ ആ ബോൾ വെച്ച് ബാലൻസ് ചെയ്ത്, ബോൾ വെച്ച് ബാലൻസ് ചെയ്ത്. അത് വടിയാ. ബോളിലേക്ക് വാ. 30 സെക്കൻഡ് കഴിഞ്ഞു. 2 എണ്ണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 30 സെക്കൻഡിൽ 2 എണ്ണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും വടിയിലാണ്, അത് വടിയിലാ ബാലൻസ് ചെയ്യുന്നത്. ആ ബോളിൽ ബാലൻസ് ചെയ്യും. 3 എണ്ണം 60 സെക്കൻഡ് ആയിരിക്കുന്നു. ഇനി നമ്മുടെ കയ്യിൽ 40 സെക്കൻഡ് ആണുള്ളത്. 40 സെക്കൻഡ്. അടുത്ത 10 സെക്കൻഡ് കൂടി കഴിഞ്ഞു. അപ്പൊ ഇനി 30 സെക്കൻഡ് ആണുള്ളത്. 30 സെക്കൻഡ്. അത് ഫൗള്. സമ്മതിക്കൂല. ഫൗളാണത്. ആ ബോൾ കൊണ്ട് അങ്ങനെ ബാലൻസ് ചെയ്യും. ബോൾ കൊണ്ട് അങ്ങനെ ബാലൻസ്. നമ്മൾ 3 എണ്ണം എത്തിച്ചിരിക്കുകയാണ്. ഇനി കൗണ്ട് ഡൗണിന്റെ സമയം ആയിരിക്കുകയാണ്. ശരിക്കും 3 എണ്ണം കൂടെ എത്തിക്കണം. അത് ഫൗള്. അത് തിരിച്ചിട്ട് അമ്പടാ എന്റെ അടുത്ത് ഫൗളോ. ഓക്കെ, ഞാൻ കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. ഒന്ന് കൈയടിച്ചേ. 10, 9, 8, 7, 6. കോല്. 5, 4, 3, 2, 1. 4 എണ്ണം എത്തിച്ചു. നൈസ് ഫൗളൊക്കെ ആയിരുന്നു, ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, ഔട്ടായെങ്കിലും നല്ലൊരു കൈഡി കൊടുത്തേ സോണിയ ചേച്ചിക്ക്. 1000 രൂപ കൊണ്ടാണ് ചേച്ചി വീട്ടിൽ പോകുന്നത്. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പൊ ടാറ്റ. അപ്പോ 2 ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഒലിപ്പാറയിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗംഭീര ഗെയിംസ്, ഗംഭീര പാട്ടുകൾ, ഗംഭീര മിമിക്രി, പിന്നെ ഇഷ്ടംപോലെ ഡാൻസ് പെർഫോമൻസ് എല്ലാം കൊണ്ട് നമ്മൾ ഉഷാറാക്കി. മൊത്തത്തിൽ കട്ട സപ്പോർട്ടായിരുന്നു ഇവര്. ഒപ്പം കൂട്ടത്തിൽ മറ്റൊരു കലാകാരി കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇദ്ദേഹത്തിന്റെ പാട്ടോട് കൂടിയായിരിക്കും നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ആഞ്ചലീന മോളാണ്. ഹലോ ആഞ്ചലീന. ഹലോ. അതാണ് ആഞ്ചലീന. ഒരു അടിപൊളി പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ട് നമുക്ക് പാട്ട് പാടിയാലോ? എന്നാ പാടിക്കോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ പ്രിയേ, ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ, ദേവിയായി വന്ന
സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. അടിപൊളി ആഞ്ജലി, എനിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മൾ ഈ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ പോകും. ക്യാമ്പുകളിലൊക്കെ 10 ദിവസമൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് പോകാൻ നേരത്തെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണ് ഇപ്പോൾ ആഞ്ജലീന നമുക്ക് പാടിത്തന്നത്. ഇവിടെ 2 ദിവസമായിട്ട് നമ്മൾ ഒലിപ്പാറയിലായിരുന്നു. ഇത് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു പാലക്കാട് കേരളത്തിൻ്റെ എൻഡിലാണ് നമ്മൾ വന്നു പെട്ടേക്കുന്നത്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ എൻഡിൽ മലയോര ഗ്രാമമാണ്, കോട്ടയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്ന് താമസിക്കുന്നു. ഒരുപാട് കലാകാരന്മാരെ കണ്ടുമുട്ടാൻ പറ്റി. അപ്പോൾ ഇത് കേരളത്തിൻ്റെ അറ്റമൊന്നുമല്ല, ഇത് കേരളത്തിൻ്റെ തുടക്കമാണെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ഒലിപ്പാറക്കാർക്ക് എല്ലാവർക്കും നമുക്ക് ഈ കട്ട സപ്പോർട്ട് തന്നതിന്. ഇനി ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പറിൽ നിന്ന് ഞാൻ ടാറ്റ പറയുകയാണ്. ഇതുപോലെ നാളെ നിങ്ങളുടെ ഇടയിലേക്കും വരാം. 25,000 രൂപ വരെയുള്ള ഗിഫ്റ്റും പിന്നെ ഒരുപാട് സമ്മാനങ്ങളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. തൽക്കാലം ഗുഡ് ബൈ.